ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ OET ലിസണിംഗ് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി റെസ്പോൺസ് കിട്ടിയായിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും നമ്മൾ OET ലിസണിങ്ങിൻ്റെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ 10ൽ 10 കിട്ടാത്തവർക്കെല്ലാം ഇതൊരു ചാൻസ് ആയിട്ട് എടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ലിസണിങ് മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ജിനൂസ് അക്കാഡമി നിങ്ങൾക്ക് അടുത്തൊരു ലിസണിങ് മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് പുതിയൊരു അവസരമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടന്റ് ആണ്, അതായത് സിംറ്റംസ്. ലിസണിങ്ങിൻ്റെ പാർട്ടിയിൽ നിങ്ങൾക്ക് സിംറ്റംസ് ഇല്ലാത്ത എക്സാം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എപ്പോഴും സിംറ്റംസ് ഉണ്ടാവും. എത്ര സിംറ്റംസ് വരും എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്കിവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 10 മാർക്ക് സ്കോർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ചലഞ്ച് ചെയ്യാണ്. ആരെങ്കിലും കൃത്യമായിട്ട് 10ൽ 10 കിട്ടുവാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും, ഒന്നും പറയാനില്ല. അപ്പോൾ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെല്ലിങ്. പ്രൊനൗൺസിയേഷനൊക്കെ ശ്രദ്ധിച്ചോളാം. പല ആക്സെൻറ്റിലാണ് നമ്മൾ ഓടി വരുന്നത്. നിങ്ങളെ മാർക്ക് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ ടഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എല്ലാവരും പേപ്പറൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 നമ്പർ ഇടുക. സ്ക്രീനിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 കാണിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഓഡിയോ 2 തവണ കേൾപ്പിക്കുന്നതായിരിക്കും. സോ അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഒരു തവണ കേൾപ്പിച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് 2 തവണ കേൾക്കുമ്പോൾ കൃത്യമാണ്. അപ്പം അതിനുശേഷം ശ്രദ്ധിക്കുന്ന കാരണം വെച്ചാൽ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം എഴുതാനും കൂടെ സമയം തരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 തവണ ഓഡിയോ കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് വേണമെങ്കിൽ ഒരു തവണ ഓഡിയോ കേട്ട് എഴുതിക്കോളൂ, വലിയ കുഴപ്പമില്ല. ബിഗിനേഴ്സുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ 2 തവണ കേൾപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അപ് ടു യു. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിയോ 2 തവണ കേൾപ്പിക്കും. അപ്പം ഗ്യാപ്പും കൂടെ ശ്രദ്ധിക്കണം സ്ക്രീനിൽ. കാരണം ഇപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ചിലപ്പം വേറെ ചില സിംറ്റംസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തും. നമ്മൾ ആ ഗ്യാപ്പിൽ വേണ്ട സിംറ്റം നിങ്ങൾ പ്രത്യേകം നോക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു ലിസണിങ് മോക്ക് ടെസ്റ്റ് ചലഞ്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും 10ൽ 10 കിട്ടുവാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. നമുക്ക് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. I have particularly high bad cholesterol, and I have particularly high bad cholesterol, and I have some. ഓക്കെ, സോ ആൻസർ കൊളസ്ട്രോൾ. അപ്പം ശ്രദ്ധിക്കുക, ഈ കൊളസ്ട്രോളിൻ്റെ സ്പെല്ലിംഗ് ആണ് വളരെയധികം നിങ്ങൾക്ക് അറിയുന്ന സിംറ്റം എനിക്കറിയാം. പക്ഷേ കൊളസ്ട്രോളിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോളൂ. CHOLESTEROL ഉണ്ടോ? കൊളസ്ട്രോൾ. അപ്പം സ്പെല്ലിംഗ് നോക്കുക. STE ഉണ്ട്. പല സ്റ്റുഡൻസും ST കഴിഞ്ഞിട്ട് E എഴുതാൻ സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെ ലൈക്ക് നിങ്ങൾ ST കഴിഞ്ഞിട്ട് E എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. അപ്പം കൊളസ്ട്രോൾ. സോ പ്രത്യേകം ലൈക്ക് കൊളസ്ട്രോൾ എന്നാണ് പറയുക, പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും സ്പെല്ലിങ്ങിൽ STE ഉണ്ട് കേട്ടോ. സോ ദാറ്റ്സ് എ ആൻസർ, കൊളസ്ട്രോൾ. ഫൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്മിങ് ഓൺ. Like swelling of the face, mouth, or throat. Like swelling of the face, mouth, or throat. ഓക്കെ, സോ ആൻസർ എന്താണ്? സ്വെല്ലിംഗ്. SWELLING, സ്വെല്ലിംഗ്. ഫൈൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. It supports the tongue and allows for better control over swallowing. It supports the tongue and allows for better control over swallowing. ഓക്കെ, സോ ആൻസർ എന്താണ്? സ്വാലോയിങ്. സോ സ്പെല്ലിംഗ് നോക്കിക്കോളൂ. SWALLOWING. ഫൈൻ. സോ ഇതുവരെ കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ലേ? നമുക്ക് നോക്കാം അടുത്തത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ കമ്മിങ് ഓൺ. That she had this cough that wouldn't go away, that she was short of breath and tired. That she had this cough that wouldn't go away, that she was short of breath and tired. ഓക്കെ, സോ ആൻസർ എന്താണ്? ഇത് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആൻസർ ഷോർട്ട് ഓഫ് ബ്രത്ത് ആണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് അല്ല, ഷോർട്ട് ഓഫ് ബ്രത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പെല്ലിംഗ് എന്താണ്? SHORTOFBREATH. ഇത് കുറേ പേര് തെറ്റാൻ സാധ്യതയുണ്ട്, ഐ തിങ്ക്. ഷോർട്ട് ഓഫ് ബ്രത്ത്. ഫൈൻ. സോ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കമ്മിങ് ഓൺ. Bloating and distension and loss of appetite. Bloating and distension and loss of appetite.
ഫൈൻ. ഇതിന്റെ ആൻസർ നോക്കിയേ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. സ്പെല്ലിംഗ് നോക്കിക്കോളൂ, LOSSOFAPPETITE. കണ്ടോ? ഒക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന കേട്ടോ. ഫൈൻ. സോ 6th question coming on. Inflammation of the nose, hoarseness, shortness of breath, inflammation of the nose, hoarseness, shortness of breath. ഫൈൻ. ഇത് നോക്കി നിങ്ങൾ ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ് ആൻസർ? ഹോഴ്സ്നെസ്. സ്പെല്ലിംഗ് നോക്കിക്കോളൂ, HOARSENESS. കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാപ്പ് ശ്രദ്ധിക്കണം. അവിടെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് ആൻസർ ചെയ്തേണ്ട സ്ഥലത്ത് എന്താണ്? അവിടെ ഹോഴ്സ്നെസ് ആണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഓൾറെഡി ഗിവൻ ദ ക്വസ്റ്റ്യൻ അല്ലേ, അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോഴ്സ്നെസ്. സോ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ടഫ് ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. And some women experience worsening or new headaches. And some women experience worsening or new headaches. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഹെഡേക്സ്. എസ് ഉണ്ട്. എസ് എഴുതാതെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. കൃത്യമായിട്ട് ഹെഡേക്സിന്റെ അവിടെ എസ് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് നമുക്ക് എസ് ഉള്ളതും പറയും, എസ് ഇല്ലാത്തതും പറയും. നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ ഹെഡേക്സ് സ്പെല്ലിംഗ് നോക്കിക്കോളൂ, അത് അടുപ്പിച്ച് എഴുതണം. സിംഗിൾ വേർഡാണ്. HEADACHES. ശ്രദ്ധിക്കുക, HEADACHES സിംഗിൾ വേർഡാണ്. ഫൈൻ. നെക്സ്റ്റ് വൺ. And 3 hours later, my eyes had stopped itching. And 3 hours later, my eyes had stopped itching. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഇച്ചിങ് ആണ് അല്ലേ. ഇച്ചിങ്. ഇച്ചി എന്നല്ല, ഇച്ചിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്പെല്ലിംഗ് എന്താണ്? ITCHING. ഇച്ചിങ്. ഫൈൻ. ഇനി നമ്മൾ അവസാന 2 ക്വസ്റ്റ്യൻസിലേക്ക് വരുവാണ്. ഇതുവരെ 8 ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സലന്റ്. 2 ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ചാലഞ്ചിങ് വൺ. സോ ദ 9th question coming on. Scarring continues to be a major clinical issue for doctors around the world. Scarring continues to be a major clinical issue for doctors around the world. സോ ഇതിന്റെ ആൻസർ എന്താണ്? സ്കാറിങ്. സ്പെല്ലിംഗ് ആണ് പ്രശ്നം അതിൽ അല്ലേ. SCARRING. സ്കാറിങ്. ഫൈൻ. സോ ദ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. Maybe I have aches and pains. Maybe I have aches and pains. Maybe. ഓക്കെ. സോ ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ക്സ് ആൻഡ് പെയിൻസ്. ACHES ആൻഡ് PAINS. സ്പെല്ലിങ് ACHES പിന്നെ AND പിന്നെ PAINS. എയ്ക്സ് ആൻഡ് പെയിൻസ്. ഉണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 10ൽ 10 കിട്ടിയ ആൾക്കാരെ എനിക്കൊന്ന് കാണണം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക, കാരണം ഇതിലെ സ്പെല്ലിങ്ങുകളും എല്ലാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. സോ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു ഓൾ. അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സ്കോർ എല്ലാവർക്കും കിട്ടിക്കാണും അല്ലേ? 10 on 10 കിട്ടിയവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഇനി അത് കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഇതുപോലെ കുറേ അടിപൊളി മോക്ക് ടെസ്റ്റ് ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. Gino's Academy. Fly with your dreams.